നിങ്ങളാണ് താരം. You are the star. With RJ Shiffin. നമ്മുടെ ഖത്തറിൽ മലയാള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരുപാട് നിർമ്മാതാക്കളുണ്ട്. എന്നാൽ തമിഴ് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരു മലയാളി കൂടിയുണ്ട് എന്നാണ് ആർജെ ഷിഫിൻ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും പറയുന്നത്. അതാണ് എൻ്റെ മുന്നിലിരിക്കുന്ന മിസ്റ്റർ ഷംസുദ്ദീൻ ഖാലിദ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷംസു. യെസ്, ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ അങ്കമ്മാൾ എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഗീത കൈലാസം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള നടിയാണ് അല്ലേ? പിന്നെ ശരൺ ശക്തി അഭിനയിച്ചിട്ടുണ്ട്, ആൻഡ് തെണ്ടൽ അവിടെയുണ്ട്, ഭരണിയുണ്ട്, അങ്ങനെ ഒരുപാട് താരങ്ങൾ അവിടെയുണ്ട്. ഗീത കൈലാസം എന്ന ആ ഒരു ആക്ട്രസ് മനോഹരമായിട്ട് എവിടെയും ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു താരം. അത്രയും രസമുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് അങ്കമ്മാളുടേത് അല്ലേ? അതെ, നമ്മൾ ഈ സിനിമ അങ്കമ്മാൾ എന്ന് പറയുന്ന മൂവി കണ്ടാല് സ്വാഭാവികമായിട്ടും ഈ സ്ത്രീയിലേക്ക് നമ്മൾ അങ്ങ് ഇഴുകിച്ചേരുകയാണ്. അത് ആ സിനിമ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ സിനിമയിലെ അവരുടെ അഭിനയം. വളരെ വളരെ അതോ ഓരോ ആ കണ്ണിൻ്റെതായാലും ആ ചുണ്ടിൽ ചെറിയ ചലനങ്ങൾ പോലും ആ സിനിമയിൽ വളരെ നോട്ട് ചെയ്യപ്പെട്ടതാണ്. വളരെ രസകരമായിട്ടാണ് അവർ ആ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് വ്യക്തമായി കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. തിരുനെൽവേലിയിലെ ഒരു ഗ്രാമത്തിലാണ് ഇതിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങൾ. ഗ്രാമത്തിലൊക്കെ സത്യം കലക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. തിരുനെൽവേലിയിലെ ഉൾഗ്രാമമാണ്. വളരെ വളരെ സാധാരണക്കാരായിട്ടുള്ള ഇതാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് ഉള്ള ആ പഴയ ശീലങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അവർ നാട്ടുകാരുടെ ഒരു സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അവരെല്ലാം ഇതിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് പലരെയും നമ്മൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. നാട്ടുകാരായ പലരും ഈ സിനിമയിലെ പ്രധാന പല സന്ദർഭങ്ങളിലും അവർ ഉണ്ട്, ആ സിനിമയിലുണ്ട്. കേരളത്തിൽ വളരെ മനോഹരമായിട്ട് തിയേറ്ററുകളിൽ ഇങ്ങനെ റൺ ആവുകയാണ്. തമിഴ്നാട്ടിലും ഒരുപാട് സെക്കൻഡ് വീക്കിലേക്ക് തന്നെ നമ്മുടെ പടം പോയിരുന്നു. അപ്പോൾ കണ്ടവരെല്ലാവരും മനോഹരമായ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ആൻഡ് ഇനി ഇത് OTT-ലേക്ക് എത്തുകയാണ്. ആമസോൺ പ്രൈമിലേക്ക് കൂടി ഈ സിനിമ എത്തുകയാണ്. അപ്പോൾ ലോകമെങ്ങുമുള്ള മലയാളികളുടെ അരികിലേക്ക്, തമിഴിലെ പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് ഈ സിനിമ പോവുകയാണ്. ആമസോൺ പ്രൈമിനെ പോലെ ഒരു വലിയ കമ്പനി സ്റ്റോൺ ബെഞ്ച് നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ നമുക്കിതിനൊരു OTT പ്ലാറ്റ്ഫോമാണ് നമ്മൾ നോക്കുന്നത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തായാലും ഇന്നൊരു OTT പ്ലാറ്റ്ഫോമെ എന്നെ സമീപിക്കുന്നു എന്ന് പറഞ്ഞു. രാവിലെ ഇത് പറഞ്ഞു, വൈകുന്നേരം ആയപ്പം വീണ്ടും നമുക്ക് കോൾ വരുന്നു, നിങ്ങളെ ആമസോൺ പ്രൈം സെലക്ട് ചെയ്തിരിക്കുന്നു. അതൊക്കെ ഒരു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം ഇപ്പം ആ കണ്ടന്റ് അവർക്ക് ഇഷ്ടപ്പെട്ടു, ആമസോൺ പ്രൈമിലാണ് അതെന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നിയ നിമിഷമാണത്. കാർത്തികേയനും പറഞ്ഞു, പല മീറ്റിങ്ങുകളും കഴിഞ്ഞിട്ടാണ് ഒരു സിനിമ അവർ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് ആദ്യ മീറ്റിംഗിൽ തന്നെ അവർക്ക് ആ പടം ഇഷ്ടപ്പെടുകയും ആ പടം അവർ തന്നെ റിലീസ് ചെയ്തോളാം, OTT റിലീസ് ചെയ്തോളാം എന്ന് നമുക്ക് ഉറപ്പ് വരികയും ചെയ്തു. ഇന്നലെയാണ് ഇത് OTT റിലീസായത്. അപ്പം എല്ലാവരും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് OTT നമുക്ക് 2 പ്ലാറ്റ്ഫോം ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. ഒന്ന് സൺനെറ്റും ഉണ്ട്. അപ്പം നമ്മുടെ തമിഴ് സുഹൃത്തുക്കൾക്കെല്ലാം വളരെ പരിചിതമാണല്ലോ സൺനെറ്റ്. അപ്പം നിങ്ങൾ ഇത് കാണണം, കണ്ട് മാക്സിമം പ്രോത്സാഹിപ്പിക്കണം. തീർച്ചയായിട്ടും സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു OTT-യിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താണ് റിപ്ലൈ ആണ്. ഒരു എന്താണ് പറയുക, ചർച്ചയാകുന്നത് OTT-യിലേക്ക് എത്തുമ്പോഴാണ്. അതെ, കൂടുതൽ ചർച്ചയാകുന്ന ചർച്ചയിൽ നിർത്തി ഈ സിനിമയെ വിജയിപ്പിക്കണമെന്ന് എൻ്റെ ഖത്തറിലുള്ള മുഴുവൻ സുഹൃത്തുക്കളും അവരുടെ തന്നെ എല്ലാവരും എല്ലാ ആൾക്കാരോടും ഇത് മാക്സിമം ഷെയർ ചെയ്ത് ജനങ്ങളിൽ എത്തിക്കണമെന്നും ഞാൻ വളരെ വളരെ വിനയത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാം. എന്തായാലും ഒരിക്കൽ കൂടി റേഡിയോ മലയാളത്തിന് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും പറയുകയാണ്, OTT റിലീസായിട്ടുണ്ട്. ആമസോൺ പ്രൈമിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അങ്കമ്മാൾ എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ തമിഴ് മൂവി കാണാനായിട്ട് പറ്റും. അതിന്റെ നിർമ്മാതാവ് മലയാളിയാണ്, സംവിധായകൻ മലയാളിയാണ്, സംഗീത സംവിധാനം മലയാളിയാണ്, ക്യാമറ ചെയ്തിരിക്കുന്നത് മലയാളിയാണ്. ഏകദേശം ഈ സിനിമയെ സ്നേഹിക്കുന്ന കൂട്ടുകാരുടെ ഒരു വലിയൊരു ഉദ്യമം അതിൽ സക്സസ് ആകുന്നു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയും വലിയ സക്സസ് ആയി, ഇനി ഈ സൗഹൃദ വലയത്തിൽ നിന്നും അടുത്ത സിനിമയുടെ പ്ലാനുകൾ തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ നെക്സ്റ്റ് പ്രോജക്റ്റുകളുണ്ട്. തീർച്ചയായിട്ടും അതൊരു മലയാളമാണ്. അത് അത്യാവശ്യം നല്ല പ്രാധാന്യമുള്ള, അത്യാവശ്യം നല്ല ബഡ്ജറ്റുള്ള ഒരു സിനിമയാണ്. നമുക്ക് നെക്സ്റ്റ് ഒരു 2 മന്തിനകം തന്നെ നമ്മൾ അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാകും. അതും വിപിൻ രാധാകൃഷ്ണന്റെ ഡയറക്ഷനിൽ തന്നെയാണ്. അതിന്റെ എഴുത്തിലാണ് കക്ഷി ഇപ്പം ഉള്ളത് ഫ്രാൻസിലാണ്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും റേഡിയോ മലയാളത്തിന് എല്ലാവിധ വിഷസ് ആൻഡ് സപ്പോർട്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പോൾ ഷംസുദ്ദീൻ ഖാലിദ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഞങ്ങൾ വിളിക്കുന്നത് ഷംസു ആണ്. ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. നമ്മുടെ ഏറ്റവും അടുത്ത നമ്മളുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് കൂട്ടുകാരിൽ ഒരാളാണ് ഷംസു. അപ്പോൾ ഞങ്ങളുടെ പേഴ്സണലി എന്റെയും ആൻഡ് റേഡിയോ മലയാളത്തിന്റെയും എല്ലാവിധ വിഷസ് ആൻഡ് സപ്പോർട്ട് അറിയിക്കുന്നു. അടുത്ത മൂവിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. എല്ലാം ഗംഭീരമാവട്ടെ. എനിക്ക് ഈ ഖത്തറിൽ
ഏറ്റവും നല്ല സപ്പോർട്ട് തന്ന ഒരു ഫേമാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നിങ്ങളെല്ലാവരുമാണ് എനിക്ക് വേണ്ട A to Z എല്ലാ സപ്പോർട്ടുകളും തന്നെ എന്നെ കൂടെ നിർത്തിയത് ആദ്യകാലം പോലെ. ഞാനും തോന്നുന്നു ഇതിന് മുമ്പ് തന്നെ 2-3 തവണയാലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിട്ട് ഓണേറി വന്നിട്ടുണ്ട്. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. അതായത് മുംബൈ ഫെസ്റ്റിവലിലേക്ക് പോകുന്ന സമയത്ത് ഫോം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ട് എന്നോട് ചോദിച്ചു, അളിയ ഇത് അയച്ചാൽ എങ്ങനെ ഇരിക്കും, ഫെസ്റ്റിവലിലേക്ക് കൊടുത്താൽ എങ്ങനെ ഇരിക്കും, നല്ലതല്ലേ എന്ന് നമ്മൾ ആ തുടക്കം മുതൽ അതിന്റെ പുറകിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഓരോ ഫെസ്റ്റിവലിലേക്ക് നമ്മൾ പോകുന്നു, സ്റ്റോൺ ബെഞ്ച് എടുക്കുമ്പോഴും ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നു, ഭാവന സ്റ്റുഡിയോസിന്റെ കൈകളിലേക്ക് എത്തുമ്പോൾ അത് പങ്കുവയ്ക്കുന്നു, പാട്ട് റിലീസ് ആകുമ്പോൾ അങ്കമാൾ എന്ന സിനിമയുടെ ആ ഒരു യാത്രയിൽ ഉറപ്പായിട്ടും നമ്മളും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു അഭിമാനം. അല്ല, ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സിനിമയായിട്ട് വലിയ ബന്ധമുള്ള ആളല്ലല്ലോ. അപ്പം നിങ്ങൾക്കാണ് കൂടുതൽ ഇതിനോടുള്ള ബന്ധം. അപ്പം സ്റ്റോൺ ബെഞ്ച് പോലെ ഒരു കമ്പനി വന്നു എന്ന് പറയുമ്പോൾ സ്റ്റോൺ ബെഞ്ച് ഒരു കമ്പനി വന്നു, അതാണ് ഞാൻ പറയുന്നത്. അതേസമയം ഷിഫിൻ കേട്ടോ സ്റ്റോൺ ബെഞ്ചോ അങ്ങനെ ഷിഫിൻ എന്നോട് പറയുന്നത്, ഭാവനയോ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും വീട്ടിൽ കൂടി എല്ലാവിധ വിശ്വസം സപ്പോർട്ട് ഞങ്ങൾ അറിയിക്കണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.